ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. परमेश्वर के नाम की महिमा हो. ഇന്ന് ലോകം വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. आज ये संसार एक बहुत बड़े संकट से होकर गुजर रहा है. കൊറോണ വൈറസ് ഇന്ന് ലോകത്തെ മുഴുവൻ പിടിച്ചിരിക്കുകയാണ്. कोरोना वायरस ने इस पूरे संसार को जकड़ लिया है. സ്റ്റീഫൻ ഡേവിഡ് എന്ന ഒരു സഹോദരൻ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. स्टीफन डेविड नामक एक व्यक्ति द्वारा लिखा हुआ एक लेख मैंने पढ़ा. 5 wise responses to the COVID crisis. कोविड संकट के प्रति 5 प्रतिक्रियाएं. അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നതായ ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. उन्होंने जो बातें सलाहें लिखी है वो मैं आप लोगों के साथ आज बांटने जा रहा हूँ. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഈ പ്രതിസന്ധിയോട് എൻ്റെ മനോഭാവം, എൻ്റെ റെസ്പോൺസ്, എൻ്റെ പ്രതികരണം എങ്ങനെയാണ്? एक विश्वासी होने के नाते इस संकट के प्रति मेरी क्या प्रतिक्रिया हो, मेरा मनोभाव कैसा हो. നമ്പർ 1, ഡോണ്ട് എക്സ്പെക്ട് ഹെവൻ ഓൺ എർത്ത്. ഭൂമി സ്വർഗമാണ് എന്ന് പ്രതീക്ഷിക്കരുത്. पहली बात, ये संसार स्वर्ग है ऐसा कभी ना माने, ऐसी कोई अपेक्षा ना रखे. പലരും ചിന്തിക്കുന്നത് ഭൂമി എന്ന് പറയുന്നത് സ്വർഗമാണ് എന്നുള്ളതാണ്. कई लोग ये सोचते हैं कि ये संसार ही स्वर्ग है. എന്നാൽ ദൈവം വസിക്കുന്ന ഒരു ഇടമാണ് സ്വർഗം എന്ന് പറയുന്നത്. परमेश्वर का निवास स्थान है स्वर्ग. പാപമോചനം പ്രാപിച്ചവർക്ക് സ്വർഗം ദൈവം ദാനമായിട്ട് നൽകും. पाप से मुक्ति प्राप्त किए लोगों को परमेश्वर स्वर्ग दान के रूप में देते हैं. എന്നാൽ മനുഷ്യരായ നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നും വളരെ വ്യത്യാസമുള്ളതാണ്. आज हम मनुष्य इस ग्रह पर रह रहे हैं, वो स्वर्ग से बहुत अलग है. ये धरती है. ഉൽപ്പത്തി പുസ്തകം 3:17 നാം ഇങ്ങനെ വായിക്കുന്നു. उत्पत्ति 3 उसके 17वीं आयत में हम ऐसा पढ़ते हैं. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. उत्पत्ति 3 अध्याय उसकी 17वीं आयत. तब यहोवा परमेश्वर ने मनुष्य से कहा, मैंने आज्ञा दी थी कि तुम विशेष पेड़ का फल न खाना, किंतु तुमने अपनी पत्नी की बातें सुनी और तुमने उस पेड़ का फल खाया, इसलिए मैं तुम्हारे कारण इस भूमि को शाप देता हूँ. अपने जीवन के पूरे काल तक उस भोजन के लिए जो धरती देती है तुम्हें कठिन मेहनत करनी पड़ेगी. മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ഭൂമിക്ക് എന്താണ് സംഭവിച്ചത്? मनुष्य के पाप के कारण इस भूमि पर क्या उसका फल हुआ? മനുഷ്യന്റെ പാപം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. मनुष्य के पाप के कारण ये भूमि आज शापग्रस्त है. ഇന്ന് ഭൂമിയിലുള്ള കഷ്ടതയുടെ കാരണം എന്താണ്? इस संसार के संकटों का कारण क्या है? മനുഷ്യന്റെ പാപമാണ്. मनुष्य का पाप ही इसका कारण है. അതുകൊണ്ട് ഭൂമി സ്വർഗമാണ് എന്നുള്ള ഒരിക്കലും നാം പ്രതീക്ഷിക്കരുത്. इसलिए हम कभी भी यह ना माने कि ये संसार ही स्वर्ग है. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടതയുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, പ്രതികൂലമായിട്ടുള്ള അനേക രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. जब हम इन संसार में रहते हैं तो हमारे जीवन में बहुत सारे कष्ट है, बहुत सारी प्रतिकूल परिस्थितियां हैं. വിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ രണ്ടാമത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത്, विश्वासी होने के नाते मेरी प्रतिक्रिया, दूसरी प्रतिक्रिया यह है, ട്രസ്റ്റ് ഇൻ ദി ഓൾമൈറ്റി ഗോഡ്. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. सर्वशक्तिमान परमेश्वर पर भरोसा रखे. 46-ാം സങ്കീർത്തനം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. भजन संहिता 46 उसकी पहली, दूसरी और तीसरी आयतों में हम यूं पढ़ेंगे. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. भजन संहिता 46 1, 2 और 3. परमेश्वर हमारे पराक्रम का भंडार है. संकट के समय हम उससे शरण पा सकते हैं. इसलिए जब धरती कांपती है और जब पर्वत समुद्र में गिरने लगता है, हमको भय नहीं लगता. हम नहीं डरते जब सागर उफनते और काले हो जाते हैं और धरती और पर्वत कांपने लगती है. ദൈവം സങ്കേതമായിരിക്കുന്ന വിശ്വാസികൾക്ക് ഈ ലോകത്തിൽ വരുന്നതായ ഒരു പ്രതിസന്ധികളെയും ഭയക്കേണ്ട ആവശ്യമില്ല. जिन विश्वासियों का भरोसा परमेश्वर पर है, उनको किसी भी परिस्थिति से डरने की आवश्यकता नहीं है. കാരണം നാം സർവശക്തനായിരിക്കുന്ന ദൈവത്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. क्योंकि हमारा विश्वास, हमारा भरोसा सर्वशक्तिमान परमेश्वर पर है. എന്റെ മൂന്നാമത്തെ പ്രതി, ഈ ലോകത്തിൽ നടക്കുന്നതായ ഈ കോവിഡ് വൈറസിന്റെ ക്രൈസിസിനോടുള്ള ബന്ധത്തിൽ എന്റെ മൂന്നാമത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത്, कोविड संकट के प्रति मेरी तीसरी प्रतिक्रिया,
ബി വൈസ് ആൻഡ് സ്റ്റേ സേഫ്. വിവേകമുള്ളവരായി നമ്മെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. बुद्धिमान रहे और सावधानी बरते. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ അനവധി പ്രതികൂലങ്ങൾ കടന്നു വരും. इस संसार में जब हम रहते हैं तो बहुत सारी प्रतिकूल परिस्थितियां आती हैं. എന്നാൽ അവിടെ നാം വിവേകമുള്ളവരായിട്ട് ജീവിക്കണമെന്നാണ് ദൈവവചനത്തിൽ उन അനുശാസിക്കുന്നത്. सभी समय में हमें बुद्धिमान होकर जीना है. പ്രോവേഴ്സ് ചാപ്റ്റർ 22 വേഴ്സ് 3, സദൃശവാക്യങ്ങൾ 22:3. नीति वचन 22वां अध्याय उसकी 3री आयत. വിവേകമുള്ളവൻ അനർത്ഥം കൊണ്ട് കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. कुशल जन जब किसी विपत्ति को देखता है उससे बचने के लिए इधर उधर हो जाता है, किंतु मूर्ख उसी राह पर बढ़ता ही जाता है और वह इसके लिए दुख ही उठाता है. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. इंग्लिश में न्यू लिविंग ट्रांसलेशन जो अनुवाद है उसमें यूं लिखा गया है. A prudent person or a wise man foresees danger and takes precautions. एक बुद्धिमान मनुष्य विपत्ति को देखता है और सावधानी बरतता है. The foolish goes blindly on and suffers the consequences. किंतु मूर्ख उसी मार्ग पर चला जाता है और उसका परिणाम भोगता है. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നാം വിവേകമുള്ളവരായിട്ടിരിക്കണം. इन सारी परिस्थितियों में हमें बुद्धिमान होकर रहना है. We must not panic, but we must be careful. हमें चिंतित होना नहीं होना है, व्यथित नहीं होना है, नाम लेकिन सावधानी बरतनी है. നാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത്? इस समय हमें क्या क्या करना है? ഇടയ്ക്കിടയ്ക്ക് നാം പുറത്തു പോയിട്ട് വരികയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൈകൾ കഴുകണം. हम जब बाहर जाकर आते हैं तब अपने हाथों को अच्छे से धोए. എവിടെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് മൂക്കിലോ വായിലോ മുഖത്തോ നമ്മുടെ കൈകൊണ്ട് സ്പർശിക്കാതിരിക്കുക. कहीं पर यदि हमने छुआ है तो अपने उसी हाथ से अपने मुंह पर, अपनी नाक पर कहीं ना छुए. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മാസ്ക് ധരിക്കുക. एक अच्छे दर्जे का मास्क पहने. കൃത്യമായിട്ടുള്ള ഒരു സാമൂഹിക അകലം പാലിക്കണം. जो सामाजिक दूरी बरतने को हमें कही गई है वो बरते. സ്റ്റീഫൻ ഡേവിഡ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. स्टीफन डेविड आगे यूं कहते हैं. Remember, it is foolishness to be careless and trust in the Lord. ध्यान रखे कि ये मूर्खता होगी कि हम सावधानी न बरते, लापरवाह रहे और परमेश्वर पर भरोसा रखें. And it is also foolishness to be careful and not trust in the Lord. और ये भी मूर्खता होगी कि हम सावधानी तो बरते लेकिन परमेश्वर पर भरोसा ना रखें. നാം നമ്മെ തന്നെ സൂക്ഷിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യണം. हमें सावधानी बरतनी है और परमेश्वर पर आश्रित होना है. കൊറോണ വൈറസിനേക്കാളും വലിയ ഒരു വിപത്ത് അല്ലെങ്കിൽ വലിയൊരു വൈറസ് ആണ് പാപം എന്ന വൈറസ്. कोरोना वायरस से बहुत बड़ा एक वायरस है पाप. അതിൽ നിന്നുള്ള മോചനം യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. उससे हमें मुक्ति सिर्फ प्रभु यीशु मसीह के द्वारा ही मिलती है. ഈ പ്രതിസന്ധിയിൽ എന്റെ നാലാമത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത്, इस संकट में मेरी चौथी प्रतिक्रिया क्या होगी? preach the gospel to the hopeless. പ്രത്യാശയില്ലാത്തവരോട് സുവിശേഷം പ്രസംഗിക്കുക. आशाहीन लोगों से हम सुसमाचार सुनाएं. കാരണം പാപത്തിന്റെ ശമ്പളം മരണമത്രേ. क्योंकि पाप की मजदूरी तो मृत्यु है. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. पाप की मजदूरी तो मृत्यु ही है, जबकि हमारे प्रभु यीशु मसीह में अनंत जीवन परमेश्वर का वरदान है. നാം രക്ഷിക്കപ്പെട്ടു, നമുക്ക് പ്രത്യാശയുണ്ട്. हमने उद्धार पाया इसलिए हम आशावान हैं. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, നമുക്ക് പ്രത്യാശയുണ്ട്. हमने प्रभु यीशु मसीह पर विश्वास किया इसलिए हमारी आशा है. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നാം മരിച്ചാലും നാം ജീവിക്കുമെന്നുള്ളതാണ്. हम यदि मर भी जाए तब भी हम जिएंगे, ये हमारी आशा है. നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് വീണ്ടും വരും, നമ്മെ ചേർക്കുമെന്നുള്ളതാണ്. हमारी आशा है कि प्रभु यीशु मसीह फिर से हमें आएंगे और हमें ले जाएंगे. എന്നാൽ ഇത് വിശ്വസിക്കാത്ത അനേക ആളുകൾ പ്രത്യാശയില്ലാത്തവരായിട്ട് ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. लेकिन ये विश्वास नहीं करने वाले कई सारे लोग आशाहीन होकर, निराश होकर आज भी इस भूमि पर जीवित है. അതുകൊണ്ട് പ്രത്യാശയുടെ സുവിശേഷം നാം അവരോട് ഈ സന്ദർഭത്തിൽ പ്രസംഗിക്കണം. इसलिए आशा का संदेश हमें उन्हें सुनाना है. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? सुसमाचार क्या है? യേശുക്രിസ്തുവാണ് സുവിശേഷം. प्रभु यीशु मसीह सुसमाचार. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഭൂമിയിലേക്ക് കടന്നു വന്നു, ഈ ലോകത്തിൽ ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിലേക്ക് പോയിരിക്കുകയാണ്. हम में से प्रत्येक के पाप के निराकरण के लिए इस भूमि पर प्रभु यीशु मसीह आए,
क्रूस पर बलिदान हुए, स्वर्ग में चले गए और आज स्वर्ग में रहते हैं। അഞ്ചാമത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് इस संकट के प्रति, कोविड संकट के प्रति मेरी 5वीं प्रतिक्रिया, ബി റെഡി ടു ഡൈ എനി ടൈം. ഏത് നിമിഷവും മരിക്കുവാൻ തയ്യാറായി നിൽക്കുക. हर समय मरने के लिए तैयार रहे. ഇന്ന് ലോകം മരണ ഭയത്തിലാണ് ജീവിക്കുന്നത്. आज ये संसार मृत्यु के डर से जी रहा है. ഇന്നലെ കണ്ട ആളുകളെ നാം ഇന്ന് കാണുന്നില്ല. कल जो लोग हमें मिले थे, दिखे थे, आज नहीं दिख रहे. ഇന്ന് എന്നെ കേൾക്കുന്നവർ നാളെ എത്ര പേർ ഈ ലോകത്തിൽ ഉണ്ടാകും എന്നുള്ളത് അറിയില്ല. हमें जो सुन रहे हैं, इनमें से कितने हम बाकी इस संसार में बचेंगे, हम नहीं कह सकते. യാക്കോബിന്റെ ലേഖനം 4:14 നാം ഇപ്രകാരം വായിക്കുന്നു. याकूब की पत्री उसके 4 उसके 14 में यूं लिखा है, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. किंतु तुम तो इतना भी नहीं जानते कि कल तुम्हारे जीवन का क्या बनेगा. देखो, तुम तो उस धुंध के समान हो जो थोड़ी सी देर को उठती है और फिर खो जाती है. എന്നെ പഠിപ്പിച്ചതായ ഒരു അധ്യാപകൻ എഴുതിയ ഒരു പാട്ടിൽ ഇപ്രകാരമുണ്ട്: വെള്ളത്തിലെ ഒരു കുമിള പോലെയാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. मेरे एक अध्यापक ने एक गाना लिखा है, उसके कुछ अंश यूं है कि मनुष्य का जीवन एक पानी के बबूले के समान है. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെ ഏത് നിമിഷവും നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. हमारा जीवन इस भूमि से किसी भी वक्त खत्म हो सकता है. ഡു നോട്ട് ബി പാനിക്. हमें व्यथित नहीं होना है, चिंतित नहीं होना है. നമ്മൾ ഈ ലോകത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. हमें इस संसार में भयग्रस्त होकर नहीं जीना है, കാരണം യേശു ക്രിസ്തു പറഞ്ഞു, क्योंकि प्रभु यीशु मसीह ने यूं कहा है, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. पुनरुत्थान और जीवन मैं ही हूं, और जो मुझ पर विश्वास करेगा वो मर भी जाए तो भी वो जीवित रहेगा. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കും. प्रभु यीशु मसीह पर विश्वास करने पर हम यदि मर भी जाए तो भी हम अनंत जीवन के वारिस. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണഭയമില്ല. इसलिए प्रभु यीशु मसीह पर विश्वास करने वालों को मरने का डर नहीं है. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വസിപ്പാനായിട്ട് ഇടയാകണം. इसलिए हम आप लोग प्रभु यीशु मसीह पर विश्वास करें. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ എന്റെ റെസ്പോൺസ് എന്താണ്? इस कोविड संकट में मेरी प्रतिक्रिया क्या है? ഒന്നാമത്തെ കാര്യം, ഡോണ്ട് എക്സ്പെക്ട് ഹെവൻ ഓൺ എയർ. ഭൂമി സ്വർഗമാണ് എന്ന് പ്രതീക്ഷിക്കരുത്. पहली प्रतिक्रिया, ये संसार स्वर्ग है ऐसी अपेक्षा ना रखे. രണ്ടാമത്തെ കാര്യം, ട്രസ്റ്റ് ഇൻ ദ ഓൾമൈറ്റി ഗോഡ്. സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. दूसरी बात, सर्वशक्तिमान परमेश्वर पर भरोसा रखे. ബി വൈസ് ആൻഡ് സ്റ്റേ സേഫ്. വിവേകമുള്ളവരായിട്ട് നമ്മെ തന്നെ സൂക്ഷിക്കുക. बुद्धिमान रहे और सावधानी बरते. പ്രീച്ച് ദ ഗോസ്പൽ ടു ദ ഹോപ്പ്ലെസ്. പ്രത്യാശയില്ലാത്തവരോട് സുവിശേഷം പ്രസംഗിക്കുക. आशाहीन लोगों से प्रभु यीशु मसीह का प्रचार करे, सुसमाचार सुनाए. ഏറ്റവും ഒടുവിലായിട്ട്, ബി റെഡി ടു ഡൈ എനി ടൈം. ഏത് നിമിഷവും മരിക്കുവാൻ തയ്യാറായി നിൽക്കുക. 5वां और आखिरी, हर क्षण मरने के लिए तैयार रहे. ഈ നിലയിൽ ജീവിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ऐसा एक जीवन व्यतीत करने के लिए परमेश्वर हम में से हर एक की सहायता करे.